ഹിന്ദു ആവണമെങ്കിൽ ഗോമൂത്രവും ചാണകവും കഴിക്കണമത്രേ പുതിയ നിയമമാണ്. ചാർധാം യാത്രയെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് അവിടെ പോകുന്നത്. എന്നാൽ ഈ ചാർധാം യാത്രയിലെ രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ള ഗംഗോത്രി മന്ദിർ ഗംഗോത്രി മന്ദിർ സമിതിയും അതുപോലെ BJP MLA മാരും കൂടി പുതിയൊരു നിയമം, അതായത് എൻട്രി റിക്വയർമെന്റ്സ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മാൻഡേറ്ററി കൺസംഷൻ ഓഫ് പഞ്ചകാവ്യ. ഈ പഞ്ചകാവ്യം എന്ത് ചെയ്യണം, അവിടെ അതായത് ഗംഗോത്രി മന്ദിറിൽ കയറുന്നതിന് തൊട്ട് മുൻപായിട്ട് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും കഴിക്കണം എന്നാണ് ഈ ഒരു റൂള് കൊണ്ടുവന്നിട്ടുള്ളത്. അതിനെന്താണ് കുഴപ്പം? കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. ഈ പഞ്ചകാവ്യം എന്ന് പറയുന്നത് എന്താണ്? ഈ പഞ്ചകാവ്യ എന്ന് പറയുന്നത് ഗോമൂത്രം, അതുപോലെ ചാണകം, പാല്, തൈര്, നെയ്യ് ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു മിശ്രിതമാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് നിർബന്ധമായിട്ടും ഗംഗോത്രി മന്ദിറിൽ കയറുന്ന തൊട്ട് മുൻപ് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. നിർബന്ധമായിട്ടും കഴിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പോർഷൻ എങ്കിലും കഴിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഹിന്ദു റിലീജിയൻ ബിലീഫ്, അതായത് ഹിന്ദു വിശ്വാസികൾ എല്ലാവരും ഈ ഗോമൂത്രവും അതുപോലെ ചാണകമൊന്നും വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കഴിക്കുന്ന ആളുകളല്ല. ആണോ? അല്ല. പഞ്ചകാവ്യ എന്ന് പറയുന്നത് ഹിന്ദുയിസത്തിൽ വളരെയധികം ഹൈലി സാക്രഡ് ഫോർ പ്യൂരിഫിക്കേഷൻ ആൻഡ് റിച്വൽസ് ഇൻ ഹിന്ദുയിസം. ഹിന്ദുയിസത്തിൽ റിച്വൽസിനും അതുപോലെ തന്നെ പ്യൂരിഫിക്കേഷൻസ്, ശുദ്ധീകരണത്തിനൊക്കെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. അതുപോലെ ഇറ്റ്സ് ഡെയിലി യൂസേജ്, അതായത് ഇതിന്റെ ഡെയിലി യൂസേജ് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് ട്രഡീഷണൽ ഹൗസ് ഹോൾഡ്സിലൊക്കെ. സ്പെസിഫിക് ടെമ്പിൾസിലും ആയുർവേദിക് പ്രാക്ടീസിലും ഒക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. മോഡേൺ ഹിന്ദുസിൽ പലരും ഇത് യൂസ് ചെയ്യാറില്ല. ഈ ഒരു പഞ്ചകാവ്യ എന്ന് പറയുന്ന മിശ്രിതം കഴിക്കാറില്ല. റിച്വൽ യൂസ് ആണ് മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത്. അതായത് കോമൺലി യൂസ് ഇൻ പൂജ ചെയ്യുമ്പോൾ ഒക്കെ ഇത് യൂസ് ചെയ്യും. അതുപോലെ യാഗ്നാസ് ഇത്, അതായത് റിച്വൽസിലൊക്കെ ഇത് ചെയ്യും. അതുപോലെ പ്യൂരിഫൈ ഹോംസ് ഓർ ടെമ്പിൾ സ്പേസസ്, ടെമ്പിൾസിന്റെ സ്പേസും അതുപോലെ വീടൊക്കെ എന്ത് ചെയ്യാം, ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട് ഈ പഞ്ചകാവ്യ എന്ന് പറയുന്നത്. ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ ആയുർവേദ ആസ് എ മെഡിസിൻ ആയിട്ട് ആയുർവേദയിൽ യൂസ് ചെയ്യണം. അതൊക്കെ അവിടെ ഓക്കെയാണ്. പക്ഷെ ഈ ഒരു സംഭവം, അതായത് ഈ പഞ്ചകാവ്യ എന്ന് പറയുന്ന സാധനം എല്ലാവരും യൂസ് ചെയ്യാറില്ല. അതായത് ഹിന്ദുസത്തിൽ ഇത് സാക്രഡ് ആണ്, പക്ഷെ ഒരുപാട് ഹിന്ദുക്കൾ ഈ ഒരു കാര്യം യൂസ് ചെയ്യാറില്ല. പ്രത്യേകിച്ചും ഈ അതിലെ കാരണമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഗോമൂത്രവും അതുപോലെ ചാണകവും ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് പലരും ഈ ഒരു പഞ്ചകാവ്യ ഉപയോഗിക്കാത്തത്. ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാനുള്ള കാരണമായിട്ട് ടെമ്പിൾ കമ്മിറ്റി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ടു എൻഷുവർ സ്പിരിച്വൽ പ്യൂരിറ്റി ഓഫ് പിൽഗ്രിംസിന്റെ സ്പിരിച്വൽ പ്യൂരിറ്റി എൻഷുവർ ചെയ്യാനും അതുപോലെ തന്നെ വീഡ് ഔട്ട് ദ നോൺ ബിലീവേഴ്സ് ഫ്രം ദി സാക്രഡ് ഷ്രൈൻ, സാക്രഡ് ആയിട്ടുള്ള ഷ്രൈനിൽ നിന്നും, ഈ ഒരു ടെമ്പിളിൽ നിന്നും നോൺ ബിലീവേഴ്സ്, അതായത് വിശ്വാസികളല്ലാത്തവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. അതായത് ഈ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യം, അതായത് ഈ പഞ്ചകാവ്യ കഴിക്കാത്ത ആളുകൾ, വിശ്വാസികൾ, ഹിന്ദുക്കളുണ്ട്, അവർക്ക് അപ്പോൾ ഈ ടെമ്പിളിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. കാരണം ഇവർ പറഞ്ഞിട്ടുണ്ട് ടെമ്പിളിന്റെ പ്രിമൈസിൽ, അതായത് കയറുന്ന സ്ഥലത്ത് എൻട്രി പോയിന്റിൽ എന്ത് ചെയ്യും, ആളുകളെ വെക്കും. എന്തിനു വേണ്ടിയിട്ട്? ഈ പഞ്ചകാവ്യ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ആളുകളെ കഴിപ്പിക്കാനും കഴിപ്പിച്ചു എന്ന് ഉറപ്പുവരുത്താനും ഉള്ള ആളുകളെ അവിടെ വെക്കും, വോളണ്ടിയേഴ്സ് ആയിട്ട് വെക്കുമെന്ന് ഈ ടെമ്പിൾ കമ്മിറ്റി പുറത്തു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് കഴിച്ചില്ലെങ്കിൽ അവരെ ഉള്ളിൽ കയറ്റില്ല. അപ്പോൾ യഥാർത്ഥ വിശ്വാസികൾ ഉണ്ടാവും, ഹിന്ദുസ്. എന്നാൽ അതേസമയം ഇത് കഴിക്കാത്ത ആളുകൾ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഈ ടെമ്പിളിൽ പ്രവേശനമില്ലേ? അതുപോലെ അതേസമയം ഈ ഒരു ഗംഗോത്രി ടെമ്പിളിൽ, ഈ ഒരു മന്ദിറിൽ ഇത് ചെയ്യുന്ന സമയത്ത് യമുനോത്രി മന്ദിർ സമിതി എന്ത് ചെയ്തിട്ടുണ്ട്? ചൂസ് നോട്ട് ടു ഇംപ്ലിമെന്റ് എ സിമിലർ മാൻഡേറ്റ്. ഈ ഒരു മാൻഡേറ്റ് സിമിലർ, ഈ ഒരു കാര്യം ചെയ്യില്ല എന്ന് യമുനോത്രി മന്ദിർ പറഞ്ഞിട്ടുണ്ട്. അലൗ ദ ഷ്രൈൻ ടു റിമൈൻ ഓപ്പൺ ടു ഓൾ, അതായത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ പിൽഗ്രിംസിനും എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്ത് കൊടുക്കുമെന്നാണ് യമുനോത്രി മന്ദിർ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ എനിക്ക് വന്നൊരു സംശയമുണ്ട്. അതേ സംശയം വേറൊരു സിസ്റ്റർ വന്നിട്ടുണ്ട്. അപ്പൊ ആ സിസ്റ്ററിന്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. ഹിന്ദു ആചാരങ്ങൾ ഒരിക്കലും ഏകീകൃതമൊന്നും ആയിരുന്നില്ല. ഇതൊരു വിശാലമായ മതപരമ്പരയായിരുന്നു. ഈ മതപരമ്പരയിൽ തന്നെ ആചാരശുദ്ധിയിലോ ഗോമൂത്രം പോലുള്ള പ്രക്രിയയിലോ ഒന്നും വിശ്വസിക്കാത്തവരും പങ്കാളികളായിരുന്നു. ചരിത്രപരമായിട്ട് ചാർധാം യാത്ര തന്നെ വിവിധ ആശയങ്ങളുള്ള ആളുകൾ കൂടിച്ചേരുന്ന സ്ഥലമായിരുന്നു. ആര്യ സമാജവും വൈഷ്ണവ പാരമ്പര്യവും യോഗ പരമ്പരയും ബൗദ്ധമത അനുയായികളും സനാതന ആചാരങ്ങളെ വിമർശിച്ച കബീർ പോലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഒക്കെ അനുയായികളും ഈ യാത്രയുടെ ഭാഗമായിരുന്നു. ഈ ആത്മീയ യാത്രകള് ഒരിക്കലും ചുരുങ്ങിയ ചിന്താഗതിയുള്ള നിയന്ത്രിത മതസ്ഥലങ്ങളായിരുന്നില്ല. പക്ഷെ ഇപ്പോ RSS അവതരിപ്പിക്കുന്ന ഹിന്ദുത്വ ആശയം അംഗീകരിക്കുന്നവർക്ക് മാത്രമേ ഈ സ്ഥലങ്ങൾ തുറന്നിരിക്കുകയുള്ളൂ എന്ന ചോദ്യം ഉയരുകയാണ്. നോക്കൂ, ഞാൻ ഗംഗയിലും ശിവന്റെ മഹത്വത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ഒരാളാണെന്ന് കരുതുക. പക്ഷേ ഗോമൂത്രം കുടിക്കൽ പോലുള്ള ആചാരങ്ങളെ ഞാൻ അംഗീകരിക്കുന്നില്ലെങ്കിലോ?
അപ്പോൾ ഹിന്ദുമതം എന്നെ ഇനി സ്വീകരിക്കില്ലേ എന്ന് ചോദിക്കേണ്ടി വരികയാണ്. ലോകത്തിലെ ഏറ്റവും വൈവിധ്യമാർന്നതും ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള മതങ്ങളിൽ ഒന്നായി ഹിന്ദുമതത്തിന്റെ സമ്പന്നതയെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ ചുരുക്കുന്നത് ഇന്ത്യ പോലെ നാനാത്വത്തിൽ ഏകത്വമുള്ള ഒരു രാജ്യത്തെ മനുഷ്യർ നമ്മൾ അംഗീകരിക്കണം. അതാണ്. ഇതിനും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ആ സിസ്റ്റർ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം അങ്ങനെയുള്ള ഒരു റിലീജിയനാണ് ഹിന്ദുയിസം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇതിനെ വിശ്വസിക്കാത്ത ആളുകളുണ്ട്. അതായത് ഈ ഗോമൂത്രം കാര്യങ്ങളൊക്കെ വിശ്വസിക്കാത്ത ആളുകളുണ്ട്, അത് കഴിക്കാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർ യഥാർത്ഥ വിശ്വാസികളല്ലേ? അങ്ങനെയാണോ പറഞ്ഞു വരുന്നത്? അപ്പോൾ അവർക്ക് ഈ പറയുന്ന ഗംഗോത്രി ടെമ്പിളിൽ മന്ദിരത്തിൽ കയറാൻ സാധിക്കില്ലേ? അപ്പോൾ യഥാർത്ഥ വിശ്വാസി ആരാണെന്ന് തീരുമാനിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണോ, അതോ RSS എന്ന് പറയുന്ന ഇന്ത്യയിലെ നിയമത്തിൽ എവിടെയും രജിസ്റ്റർ ചെയ്യാത്ത ഒരു ഓർഗനൈസേഷൻ ആണോ? കാരണം നിരന്തരമായി BJP MLA-മാരാണ് ഗംഗോത്രി ടെമ്പിൾ കമ്മിറ്റീസിനെ പ്രഷർ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് അവിടെ വിശ്വാസികളെ മാത്രമേ കയറ്റാൻ പാടുള്ളൂ, വിശ്വാസികളല്ലാത്തവരെ കയറ്റരുതെന്ന്. 100% ഞാൻ യോജിക്കുന്നു. കാരണം ഏതൊരു ആരാധനാലയം ആവട്ടെ, അത് മുസ്ലിംസിന്റെ പള്ളിയാവട്ടെ, ക്രിസ്ത്യൻസിന്റെ ചർച്ച് ആവട്ടെ, ഹിന്ദുസിന്റെ ടെമ്പിൾസ് ആവട്ടെ, ഏതൊരു ആരാധനാലയമാവട്ടെ, അവിടെ വിശ്വാസമുള്ള ആളുകളെ കയറാൻ പാടുള്ളൂ, അല്ലാത്തവർ കയറണ്ട. എന്തിനാണ്? പക്ഷേ ഈ ഒരു നിയമം ഗംഗോത്രിയിൽ കൊണ്ടുവന്നിട്ടുള്ള ഈ നിയമത്തിനോട് എനിക്ക് യോജിപ്പില്ല. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ?